ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതിന് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. അതിൽ എനിക്ക് യാതൊരു കുറവില്ല എന്നതാണ്. ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഈ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന സ്വാഭാവികമായിട്ടും എല്ലാ ഇന്ത്യൻ പൗരനും അതിൻ്റെ ഭാഗമാകണം, അതിനോടൊപ്പം ലോയലായി നിൽക്കുകയും ചെയ്യണം. പക്ഷേ ഇന്നിപ്പോൾ താങ്കൾ പുറത്തിറങ്ങിയതിന് ശേഷം ജയിലിൻ്റെ പുറത്ത് പടക്കം പൊട്ടിക്കാനടക്കം ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു. അവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? താങ്കളുടെ നിർദ്ദേശം അക്കാര്യത്തിലുണ്ടോ? ഒരിക്കലും യാതൊരു ബന്ധമില്ല എന്ന് ആരൊക്കെയോ വന്ന് ഇന്നലെയും കുറേ പേര് വന്നു എന്ന് അറിഞ്ഞു. ഞാൻ ബോച്ചെ ഫാൻസ് എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സിന് നേരത്തെ തന്നെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. ഒരു കാരണവശാലും ജയിലിലേക്ക് ആരും വരരുത്, അവിടെ വന്ന് തിക്കും തിരക്കുണ്ടാക്കിയാൽ ഇതൊക്കെ എന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് ആരും തന്നെ അങ്ങോട്ട് വരേണ്ടതില്ല. എല്ലാം ഞാൻ പുറത്തു വന്നിട്ട് സന്തോഷപരമായിട്ട് നമുക്ക് പിന്നെ കൂടാം എന്ന് ഉള്ള നിർദ്ദേശം എല്ലാ ജില്ലകളിലും ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് കോർഡിനേറ്റേഴ്സിന് ഡയറക്ഷൻ നേരത്തെ കൊടുത്തതാണ്. പിന്നെ വന്നിട്ടുള്ളത് ആരാണോ എന്താണോ എന്നൊന്നും നമുക്കറിയുന്നതല്ല. ഞാൻ രാവിലെ ഇറങ്ങി 2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അപ്പം തന്നെ വണ്ടി കയറിപ്പോയി. 2 സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ ഇതാണ്. ഒന്ന്, ഇതാണ് ചോദ്യം, എന്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല? ഞാൻ പറഞ്ഞു ഇന്നലെ ഇറങ്ങാനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല. ഇന്ന് രാവിലെയാണ് റിലീസ് ഓർഡർ വന്നിട്ടുള്ളത്. എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞ കൂടുതൽ എനിക്കറിയില്ല, അതുകൊണ്ട് ഇന്നലെ ഇറങ്ങിയില്ല. പിന്നത്തെ ചോദ്യം, ഇതുപോലെ ഈ ജാമ്യം കിട്ടാത്തവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങൾ അവിടെ നിൽക്കുന്നത്? അതിനു വേണ്ടിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന 1 കോടി രൂപ നമ്മുടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നിന്ന് അനുവദിച്ചിട്ടുമുണ്ട്. ലീഗൽ എയ്ഡിന് കുറേ ചെറിയ ചെറിയ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള കേസുകളിലൊക്കെ ഉണ്ട്, അതിനുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് പെട്ടപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. ഇതുപോലെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു വേണ്ടി ഇത് ചെയ്യുകയോ കോടതിയെ ധിക്കരിക്കുകയോ ഒരിക്കലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യുന്ന വ്യക്തിയല്ല. അങ്ങേയറ്റം ബഹുമാനം മാത്രമാണ് കോടതിയോടുള്ളത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഒരു അഭിനേത്രിയോട് സംഭാഷണങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതൊരു ഗുരുതരമായ കാര്യം തന്നെയായിട്ടാണ് കോടതി ഇപ്പോഴും വിലയിരുത്തുന്നത്. എൻ്റെ ഫ്രം ദ ഹാർട്ട്, എൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഒരിക്കലും ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കാറില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ വാക്കുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാവിയിൽ ശ്രദ്ധിക്കും ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ. പ്രത്യേകിച്ച് കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, വളരെ സൂക്ഷിച്ചൊക്കെ വേണം സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ശ്രദ്ധിക്കും. എൻ്റെ വാക്കുകളൊക്കെ വളരെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ജയിൽ ജീവിതം ശരിക്കും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയ മുഴുവൻ പരിശോധിച്ചാൽ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ വ്യക്തി, ബോച്ചെ എന്ന വ്യക്തി ഒരുപാട് ദ്വയാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ വിഷയം വന്നപ്പോഴാണ് അത് ആളുകൾ കൂടുതൽ വിഷയങ്ങൾ ചർച്ചയും കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഒഴിവാക്കുമോ? തീർച്ചയായിട്ടും. കാരണം അത് കോടതി പറഞ്ഞു, അപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഒരാളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിക്കുക, അതിൻ്റെ മാനിക്കുന്നു ഞാൻ അതിനെ.